എന്താ പരിപാടി? ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അതെന്നാപ്പാ? ഞാൻ ആ കാറ്റുമ്പഴത്ത് മിന്നൽ വേള എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ലേ, അതിന് ലൈക്ക് പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇട്ടല്ല. ലൈക്ക് പോയിട്ട് നീ ഒരു പൂ പോലും ഇട്ടിട്ടില്ല. ഓ, എന്നാ പിന്നെ മറന്നോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല പതിവിട്. ഓണത്തിന് എന്താ പരിപാടി? എന്ത് പരിപാടി? രണ്ടെണ്ണം അടിക്കണം, മാട്ടനും കൂടിയിട്ട് ഒരു കുടി പിടിക്കണം, അത്ര തന്നെ. അതിന് അടിക്കാനുള്ള വകുപ്പുണ്ടാ? വകുപ്പ് വല്ലതും വേണ്ടേ? അമ്മേന്റെ പെൻഷൻ വരുമല്ല. എന്നാലും നിങ്ങൾ പണിയെടുക്കേണ്ട പരിപാടിയേ ഇല്ല. എനിക്കെന്താ പണി? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഗുണ്ടൽപേട്ട് പോയിട്ട് പൂ എടുത്തിട്ട് ടൗണിൽ വെക്കാം. നല്ല ലാഭ. അപ്പൊ ഓണം അടിച്ചു പൊളിക്കാം അല്ലേ? ആ, അതിനെക്കാട്ടി നല്ല പരിപാടി വേറെ ഉണ്ടോ? ബാംഗ്ലൂർ നല്ല ചീപ്പായിട്ട് തുണി കിട്ടും. അത് റോഡ് വിട്ട് വിറ്റാലും നല്ല ലാഭല്ലേ? നമ്മളെ ചെയ്യാവില്ലേ? ഓന അത് വിറ്റിട്ടാണ് ആ പോത്തിന്റെ ഫാം തുടങ്ങി. അറിയാം. ആ പരിപാടി വസൂൽ നമുക്ക്. അപ്പൊ പോവണ്ട റെഡിമേഡ്. അതെ, അത് നോക്കാം അല്ലേ ജോസേട്ടാ? സംഭവം മോശമൊന്നുമില്ല, പക്ഷെ ഇതെല്ലാം തുടങ്ങാൻ ചില്ലറൊന്നും കയ്യിലുണ്ട്. രണ്ട ടൈമില് ഒരു ഉറുപ്പിയാന്ന് കൈമലുമില്ല, വലിയ ലാഭം ഉണ്ടാക്കാൻ നടക്കുന്നു. വന്നിട്ട് നടന്ന് അപ്പുറത്തേക്ക് വന്നിട്ട് ചാക്കെടുത്തിട്ട് ഉള്ളിൽ വെച്ചാട്ടെ. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ മാനിക്കില്ലേ, അയാൾക്ക് 2 ആടുണ്ട്. ഓണത്തിൻ്റെ അന്ന് രാവിലെ അതിനറുത്തിട്ട് വിൽക്ക്. നല്ല ലാഭല്ലേ? അപ്പൊ അയാൾക്ക് പൈസ കൊടുക്കണ്ടേ? അതാകുമ്പോ വിറ്റിട്ടേ പൈസയും കൊടുക്കണ്ടു. ഞാൻ പറഞ്ഞോളാം. അത് പറഞ്ഞേ. നമുക്കൊന്ന് മൈസൂർ പോയിട്ട് വന്നാലോ? മൈസൂരാ? ആ, നമുക്കൊന്ന് എസ്റ്റേറ്റ് പോയിട്ട് വരാന്ന്. ഓണം കഴിഞ്ഞിട്ട് വരാം. 3-3 ദിവസം അടിച്ചു പൊളിച്ചിരിക്കണ വരാം. ഞാൻ ഈ കോലത്തില് അതല്ല, പോകുന്ന വഴിക്ക് 2-3 ബർമുട വാങ്ങാന്ന്. ഞാൻ മൈസൂർ പോയിട്ട് എടാ. അപ്പൊ നമ്മൾ ആടോ ആദ്യം അടുത്ത ഓണത്തിനാക്കണം. ഹാപ്പി ഓണം.